The Kerala government launched a major cleanup operation on Wednesday in response to plastic pellets or nurdles washing ashore after the cargo shipwreck off the state's coast 3 days ago. Lakhs of these plastic pellets were strewn across the Shangumugam beach in capital Thiruvananthapuram, even as more kept washing ashore with each incoming wave. Volunteers have been stationed every 100 meters along the shoreline to remove the pellets and prevent environmental damage. Police, fire services and pollution control officers are coordinating the efforts. രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ ശംഖുമുഖം കടപ്പുറ ഏരിയയിൽ മുത്തുപോലെ പൗഴമുത്തു പോലത്തെ വെള്ള പ്ലാസ്റ്റിക് ചെറിയ തരികൾ ചാക്ക് കണക്കിന് 5 ചാക്ക് വാരിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കടലടിച്ച് കയറും തോറും ഇത് വന്നുകൊണ്ടിരിക്കുന്നു. വന്നു തന്നെ ഞങ്ങൾ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്നത്തെ ഇവിടെ ഇപ്പം ഞങ്ങൾ ശംഖുമുഖം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങോട്ടൊക്കെ ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. കൊല്ലത്തൊക്കെ ഇതുപോലെ വന്നടിഞ്ഞു. പിന്നെ ഒരു കണ്ടെയ്നറിന്റെ പാതി ഇവിടെ അത് അടിഞ്ഞു കയറി അവിടെ കിടക്കുന്നു. ട്രാഫിക്കിന്റെയാണ്. രാവിലെ ഇവിടെ ഒന്നുകൊണ്ട് ബൈക്കുകളൊക്കെ തന്നെ വീണിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ക്രിസ്റ്റൽ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഡൈവേർഷൻ കൊടുത്തതാണ്. രാവിലെ നല്ല ഒരു 3-4 ചാക്കിനെ കൊണ്ടുപോയിട്ടുണ്ട്. കോർപ്പറേഷൻ വാരിയിട്ടുണ്ട്. രാവിലെ ബൈക്കുകൾ തന്നെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തത്. ഞങ്ങളെ മോളിൽ യാസ്യത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം കുറെ വാരി മാറ്റി ഇനി വീണ്ടും വീണോണ്ടിരിക്കുകയാണ്. തിര വരുന്നതും വീണോണ്ടിരിക്കുക. The state government says it is prioritizing public safety, environmental protection and safeguarding the fishing industry. Efforts have been ramped up to contain pollution and recover containers that were on the capsized ship. More than 100 containers were lost at sea, with several washing ashore in Ernakulam, Alappuzha, Kollam and Thiruvananthapuram districts. Authorities have also confirmed minor oil and diesel leaks. 108 personnel have been deployed for shoreside cleanup as well as container recovery from the TNT salvage. 108 persons and 38 additional resources deployed by the emergency response service for pollution response. There is no oil slick has reached shore thanks to the efforts of the Indian Coast Guard. But currently the cleanup is happening mainly with respect to the plastic pellets. Some containers got opened that washed ashore in Trivandrum coast. That cleanup is being done in coordination with the State Disaster Management Authority and local administration. The state government has also issued instructions to coastal local self-government institutions and fishing communities on how to handle unusual items or containers that wash ashore. Additionally, fishing activities have been completely prohibited within a 20 nautical mile radius around the wreck site. Fishing communities, however, fear their livelihood is at stake. ഈ പ്ലാസ്റ്റിക് ഇത് ഇവിടെ കടലിലേക്ക് വരുമ്പോൾ ഇത് മീൻ എന്തെങ്കിലും കളിച്ചിട്ട് ചത്ത എന്തെങ്കിലും മുഴുന്ന നമ്മളെ ജീവിതം പോക്കെ. അഥവാ കഷ്ടപ്പാടുമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാലും ഉയരമുള്ളവർ പറയും ബസം കളിച്ച് മീനെല്ലാം ചത്ത് മൊഴിക്കണം, അത് വാങ്ങാൻ വേണ്ടി നോക്കും. നമ്മൾ 100 രൂപ അടുപ്പിച്ചാവണം എണ്ണ ചിലവ്. 10-50 എണ്ണ എടുത്തിട്ട് ഉള്ളിലോട്ട് പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങാൻ ആളില്ലെങ്കിൽ എന്തൊന്നും ചെയ്യാൻ വേണ്ടി. ഇത് സർക്കാരെ കൊണ്ട് നമ്മൾ 5 സാര പല ഇപ്പം എത്ര ദിവസമായി പണിക്ക് പോകാം. അതോ നമ്മൾ പണിക്ക് കഷ്ടപ്പാടുമായിട്ട് പോയാലും ഇതിന്റെ മേലെ കയറിയാൽ വള്ളം എഞ്ചിന് എല്ലാം പോക്കേസ് ആൾമാട്ട് പോകും. വേറെ എന്തെങ്കിലും പണിയുണ്ട്. ഇനി ഞങ്ങൾ ഉൾക്കടലിൽ പോകുമ്പോൾ ഇതിന്റെ ഈ അണുക്കളകളും ഇതിന്റെ തടി കഷ്ണങ്ങളും ഇതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നോക്കി പോകുമ്പോൾ നമ്മൾ ഒരു വള്ളത്തിൽ 5 പേര് പോകുമ്പോൾ 4 പേര് കിടന്ന് ഉറങ്ങും. ഒരാളാണ് ഇരിക്കുന്നത്. ആ എഞ്ചിനിൽ അപ്പം തന്നെ അടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണിയും നോക്ക് ഞങ്ങൾ 10-25,000-50,000 നഷ്ടത്തിലാണ് കരവേൽ. മീൻ കിട്ടേണ്ട സമയമാണ്. അത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ മത്സ്യസമ്പത്ത് നശിക്കത്തേ ഉള്ളു. ഇത് ഓയിൽ കടന്നു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകത്തില്ല. അതാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. മത്സ്യം വളരെ കുറവായിട്ടേ അഥവാ ദുർലഭമായിട്ടേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. വലിയ നഷ്ടം ഉണ്ടാവും. The Central Marine Fisheries Research Institute, or CMFRI, in Kochi has said the shipwreck could have long-lasting effects on marine life and local fisheries, especially during the ongoing monsoon season. The institute said the full impact will only be clear later, warning that the incident comes at a crucial time for pelagic fish which breed and grow during the monsoon.
Amidst the widespread concerns, State Fisheries Minister Saji Cherian on Wednesday made it clear that it is safe to eat fish caught from the waters. When this activity happened, the weather was inclement and there was a statutory warning for the fishermen to go to the sea. No fishing was happening in this region. After the incident happened, also fishing is not happening in this region, and temporarily as a short-term management measure, there is a statutory ban on small-scale fishing also in this location. So the fishes what are coming to the market is not from this region. So as of now there is no problem, but we will study the long-term impact on the fishes, and if there are any issues, we will be coming up with notification. But with the present information on the quantity and quality of the substances which have come to the shore areas, it clearly indicates that it is not of a big amount which will be creating a major impact on the coastal resources. The Liberian container vessel MSC Elsa 3 sank 15 nautical miles off the Kochi coast early on Sunday due to flooding. According to the Ministry of Defence, the ship was carrying 640 containers, including 13 with hazardous cargo and 12 containing calcium carbide. It also had 84.44 metric ton of diesel and 367.1 metric ton of furnace oil on board.